സ്വാഗതം. നമ്മുടെ കയ്യിലിപ്പോ കുറച്ച് വിവരങ്ങളുണ്ട്. ഇന്ത്യയിലെ ട്രാവൽ രംഗത്ത് ഒരു പുതിയ നീക്കം നടക്കുന്നുണ്ട്. സ്കൈനോവയുടെ മിഷൻ 2030. അതെ, ഇതിനെപ്പറ്റി ഒരു റിപ്പോർട്ടുണ്ട്. പിന്നെ ഇത് പ്രൊമോട്ട് ചെയ്യാനുള്ള ഒരു നോട്ട് പോലെയുമുണ്ട്. കണ്ടിട്ട് എന്തോ വലിയ പദ്ധതിയാണെന്ന് തോന്നുന്നു. ശരിയാണ്. നമുക്കിതിലൊന്ന് വിശദമായി നോക്കിയാലോ? എന്താണ് സംഭവം? ഇത് ആർക്കു വേണ്ടിയുള്ളതാണ്? പിന്നെ ഇന്ത്യയിൽ ഈ ഔട്ട്ബൗണ്ട് ടൂറിസം മാർക്കറ്റ് വളരുവാണല്ലോ. അപ്പൊ ഇതിന്റെ സാധ്യതകൾ എന്തൊക്കെ? ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. തീർച്ചയായും. അപ്പോ ആദ്യം തന്നെ എന്താണ് ഈ സ്കൈനോവ? പിന്നെന്തിനാണ് ഈ മിഷൻ 2030 ഒക്കെ തുടങ്ങുന്നത്? എന്താണ് പിന്നിലെ കാരണം? ശരി, സ്കൈനോവ എന്ന് പറയുന്നത് ഈ കിട്ടിയ വിവരങ്ങൾ വെച്ച് നോക്കുമ്പോൾ വാഗ്ജ്യോതിസ് അസോസിയേറ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നൊരു കമ്പനിയുണ്ട്. അതിന്റെ ട്രാവൽ ഡിവിഷനാണ്. ഓക്കെ, വാഗ്ജ്യോതിസ്. അതെ, അവർക്ക് ISO സർട്ടിഫിക്കേഷനുമുണ്ട്. അത് സാധാരണ ഒരു ക്വാളിറ്റി സ്റ്റാൻഡേർഡ് ഉറപ്പാക്കാനാണ്. ഒരുപക്ഷേ അവർ കൊടുക്കുന്ന ട്രെയിനിങ്ങിനും നെറ്റ്വർക്കിനുമൊക്കെ ഇത് പ്രധാനമായിരിക്കും. ശരി. അവരുടെ മെയിൻ ഫോക്കസ് അത് ഡെസ്റ്റിനേഷൻ മാനേജ്മെന്റ് കമ്പനി, അതായത് DMC സേവനങ്ങളിലും പിന്നെ B2B പ്രവർത്തനങ്ങളിലുമാണ്. B2B, അതായത് മറ്റു ട്രാവൽ ബിസിനസ്സുകൾക്ക് വേണ്ട സഹായം നൽകുക, അവരുമായി സഹകരിച്ചു പ്രവർത്തിക്കുക. അതാണ് പ്രധാനമായും ചെയ്യുന്നത്. അപ്പൊ സാധാരണ യാത്രക്കാർക്ക് നേരിട്ടല്ല. നേരിട്ടല്ലെന്ന് തോന്നുന്നു. കൂടുതലും ബിസിനസ്സുകൾ തമ്മിലാണ്. ഇവരുടെ സ്പെഷ്യാലിറ്റി ഇന്ത്യയിൽ നിന്ന് പുറത്തേക്കുള്ള യാത്രകളാണ്. ഔട്ട്ബൗണ്ട് ടൂറിസം. പ്രത്യേകിച്ച് കേരളം പോലെയുള്ള സ്ഥലങ്ങളിൽ നിന്നുള്ളവർക്ക് ഗൾഫ്, തെക്കുകിഴക്കൻ ഏഷ്യ, യൂറോപ്പ് ഈ ഭാഗങ്ങളിലേക്കുള്ള യാത്രകൾ ഓർഗനൈസ് ചെയ്യുന്നതിൽ ഇവർക്ക് നല്ല വൈദഗ്ധ്യമുണ്ട്. ഓക്കെ, അപ്പോൾ നിലവിൽ മറ്റ് ട്രാവൽ ബിസിനസ്സുകളെ സഹായിക്കുന്ന ഒരു കമ്പനി. ഈ ഒരു പശ്ചാത്തലം അത് പ്രധാനപ്പെട്ടതാണ്. കാരണം ഇന്ത്യയിൽ നിന്ന് പുറത്തേക്ക് പോകുന്നവരുടെ എണ്ണം ഭയങ്കരമായി കൂടുകയാണല്ലോ, അല്ലേ? അതെ അതെ. നിങ്ങൾ തന്ന കണക്ക് നോക്കിയാൽ ശരിക്കും ഞെട്ടും. 2024 ഏകദേശം $188 ബില്യൺ. 2032 ആവുമ്പോഴേക്കും ഇത് $440 ബില്യൺ വരെ ആകാമെന്നാണ് പറയുന്നത്. അതായത് ഡബിളിനും മേലെ. വലിയ വളർച്ചയാണ്. ഭയങ്കര വളർച്ചയാണ്. 2025 മാത്രം പ്രതീക്ഷിക്കുന്നത് 27 ദശലക്ഷം വിദേശയാത്രകളാണ്. 2,70,00,000. എന്റെ ദൈവമേ! ആളുകൾ കൂടുതൽ പണം യാത്രയ്ക്ക് വേണ്ടി മുടക്കുന്നുമുണ്ട്. അത് വ്യക്തമാണ്. 2025 ഏപ്രിലിലെ മാത്രം കണക്ക് നോക്കിയാൽ ഏകദേശം $1.3 ബില്യൺ ഇന്ത്യക്കാർ പുറത്തുപോയി ചെലവാക്കിയത്. ഒറ്റ മാസം കൊണ്ട്. അതെ, കഴിഞ്ഞ കൊല്ലം ഇതേ സമയത്തേക്കാൾ 10% കൂടുതൽ. അപ്പോൾ ഈയൊരു കുതിച്ചുചാട്ടം, ഈ വലിയൊരവസരം അത് മുതലെടുക്കാനാണ് സ്കൈനോവ ഈ മിഷൻ 2030 കൊണ്ടുവരുന്നത് എന്ന് വ്യക്തം. അപ്പോ ഈ മിഷൻ 2030 എന്ന് പറഞ്ഞാൽ കൃത്യമായി എന്താണ്? 1000 സംരംഭകർ എന്നൊക്കെ കേട്ടല്ലോ. അതെ, അതാണ് അതിന്റെ പ്രധാന പോയിന്റ്. 2030 തീരുന്നതിന് മുൻപ് 1000 സ്വതന്ത്ര ട്രാവൽ സ്ഥാപനങ്ങളെ വളർത്തിക്കൊണ്ടുവരിക, അവരെ സപ്പോർട്ട് ചെയ്യുക, ശാക്തീകരിക്കുക. 1000 എണ്ണം. അതെ. പക്ഷേ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് സ്കൈനോവയുടെ ഫ്രാഞ്ചൈസികൾ തുടങ്ങാനല്ല പറയുന്നത്. ഓ, അപ്പൊ അങ്ങനെയല്ല. അല്ല, ഓരോരുത്തർക്കും അവരവരുടെ സ്വന്തം പേരിൽ, സ്വന്തം ബ്രാൻഡിൽ ഒരു ട്രാവൽ കമ്പനി തുടങ്ങാൻ സഹായിക്കുകയാണ് ലക്ഷ്യം. ഇത് സാധാരണ കാണുന്നതിൽ നിന്നും വ്യത്യസ്തമാണ്. സ്വന്തം ബ്രാൻഡോ? അത് കൊള്ളാലോ. അപ്പൊ സ്കൈനോവ എന്തു ചെയ്യും? വെറുതെ സഹായിക്കുവോ? സ്കൈനോവ അവരുടെ ഇപ്പോഴുള്ള B2B നെറ്റ്വർക്ക്, അതായത് മറ്റു ബിസിനസ്സുകളുമായുള്ള ബന്ധങ്ങൾ, പിന്നെ മാർക്കറ്റിലുള്ളവരുടെ എക്സ്പീരിയൻസ്, ഇതൊക്കെ ഉപയോഗിച്ച് ഈ പുതിയ സംരംഭകർക്ക് വേണ്ട ട്രെയിനിങ് കൊടുക്കും. ശരി. എന്നേ ബിസിനസ് തുടങ്ങിയ ശേഷവും ആവശ്യമായ പിന്തുണ, സപ്പോർട്ടൊക്കെ നൽകും. ഒരു പുതിയ ബിസിനസ് തുടങ്ങാനും അത് വളർത്താനും വേണ്ട സഹായം, സ്വന്തം കാലിൽ നിൽക്കാൻ പഠിപ്പിക്കുക, അങ്ങനൊരു രീതി. ഇതിനൊരു ടൈം ലൈനൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. 1000 പേരെന്ന് പറയുമ്പോ അതൊരു വലിയ നമ്പറാണല്ലോ. പെട്ടെന്ന് നടക്കില്ല. ഉണ്ട്, കൃത്യമായ പ്ലാനുണ്ട്. 2025 തന്നെ ഇത് തുടങ്ങുകയാണ്. ഈ വർഷം തന്നെ? അതെ, 2025 അവസാനമാകുമ്പോഴേക്കും ആദ്യത്തെ 100 പേരെ ഉൾപ്പെടുത്താനാണ് പ്ലാൻ. പിന്നെ 2026 അവസാനത്തോടെ 250 സ്ഥാപനങ്ങൾ, അവർക്ക് വേണ്ട എല്ലാ ട്രെയിനിങ്ങും കൊടുത്ത് അവരെക്കൊണ്ട് ബിസിനസ് തുടങ്ങിക്കുക. ഓക്കെ. 2028 ആകുമ്പോഴേക്ക് 700 സ്വതന്ത്ര ബ്രാൻഡുകൾ. അങ്ങനെ പോയി ഒടുവിൽ 2030 ഡിസംബറോടെ 1000 സ്ഥാപനങ്ങൾ എന്ന ലക്ഷ്യത്തിലെത്തണം. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട്. അതെ, ഘട്ടം ഘട്ടമായിട്ട്. വളരെ ചിട്ടയായൊരു പ്ലാനാണെന്ന് തോന്നുന്നു. ഈ പ്ലാനിന് എന്തെങ്കിലും അടിസ്ഥാന തത്വങ്ങളോ മറ്റോ? എങ്ങനെയാണ് ഈ 1000 പേരെ ഇവർ കണ്ടെത്തുന്നത്, സഹായിക്കുന്നത്? കേരളം, മുംബൈ, ഡൽഹി ഇങ്ങനെയുള്ള സാധ്യത കൂടിയ സ്ഥലങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കൂ. ഇതിനൊന്നും എൻട്രി ഫീ ഇല്ലാന്നും പറയുന്നുണ്ട്. ഓ, അത് നല്ല കാര്യമാണല്ലോ. രണ്ടാമത്തത്, ഈ സംരംഭകരുടെ സ്വന്തം ബ്രാൻഡുകൾ ഉണ്ടാക്കിയെടുക്കാൻ സഹായിക്കുക. ബ്രാൻഡിംഗ്, ലീഗൽ കാര്യങ്ങൾ, മാർക്കറ്റിംഗ്
ഇതിലൊക്കെ സപ്പോർട്ട് കൊടുക്കും. ഉം. മൂന്നാമത്തത് നല്ല വിശദമായ പരിശീലനം, അവരെ ഈ ഫീൽഡിൽ എക്സ്പേർട്ടാക്കുക. നാലാമത്തേതൊരു സസ്റ്റൈനബിൾ ഗ്രോത്ത് സിസ്റ്റം ഉണ്ടാക്കുക. അതായത് ബിസിനസ് തുടങ്ങിയ ശേഷവും ഇവരെ കൈവിടില്ല. സ്കൈനോവയുടെ ഗ്ലോബൽ നെറ്റ്വർക്കിലേക്ക് ഒരു ആക്സസ് കൊടുക്കും, മെന്റർഷിപ്പ് തുടരും, അങ്ങനെ ഒരു തുടർ പിന്തുണ. ഈ പരിശീലനത്തെക്കുറിച്ചു പറഞ്ഞല്ലോ, ട്രെയിനിങ് ഒഡീസി എന്നൊരു പേരും കണ്ടു. 12 ആഴ്ച നീളുന്ന പ്രോഗ്രാം. എന്തായിരിക്കും ഇതില്? വെറുതെ ക്ലാസുകൾ മാത്രമായിരിക്കോ? അല്ല, അതൊരു മിക്സ്ഡ് അപ്രോച്ചാണ്. ഓൺലൈൻ മൊഡ്യൂളുകളുണ്ട്, പിന്നെ നേരിട്ടുള്ള ബൂട്ട് ക്യാമ്പുകൾ, പ്രാക്ടിക്കൽ ട്രെയിനിങ് എല്ലാം ചേർന്നതാണ്. കൊള്ളാം. സ്കൈനോവയുടെ DMC എക്സ്പേർട്സും വാഗ്ജൽദീസിലെ മറ്റ് ഇൻഡസ്ട്രി പ്രൊഫഷണൽസും ഒക്കെ ചേർന്നാണ് ട്രെയിനിങ് കൊടുക്കുന്നത്. ആദ്യത്തെ 4 ആഴ്ച മാർക്കറ്റിനെ കുറിച്ചാണ് പഠിപ്പിക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ആ 27 ദശലക്ഷം യാത്രക്കാർ, മാറുന്ന ട്രെൻഡുകൾ, പിന്നെ ആളുകളുടെ താൽപ്പര്യം നോക്കി, അതായത് VFR യാത്രകൾ, ബന്ധുക്കളെ കാണാൻ പോകുന്നത്, പിന്നെ വെക്കേഷൻ യാത്രകൾ, ഇതിനൊക്കെ അനുസരിച്ച് പാക്കേജ് എങ്ങനെ ഉണ്ടാക്കാം, ആകർഷകമാക്കാം എന്നൊക്കെ. ശരി. അത് കഴിഞ്ഞ് 5 മുതൽ 8 വരെയുള്ള ആഴ്ചകളിൽ ഓപ്പറേഷൻസിലാണ് ശ്രദ്ധ. അതായത് സപ്ലയർമാരുമായി എങ്ങനെ നന്നായി നെഗോഷിയേറ്റ് ചെയ്യാം, വിസ പ്രോസസ്സിംഗ്, പിന്നെ ഈ സുസ്ഥിര യാത്രകൾ, പരിസ്ഥിതിക്ക് ദോഷമില്ലാത്ത ടൂറിസം, അതെങ്ങനെ പ്ലാൻ ചെയ്യാം. ഓക്കെ. ഡിജിറ്റൽ ടൂൾസിനെക്കുറിച്ചും പറയുന്നുണ്ടല്ലോ. അത് വളരെ പ്രധാനമാണ്. ഡിജിറ്റൽ ടൂൾസ് എങ്ങനെ ഉപയോഗിക്കാം. കാരണം 2030 ആകുമ്പോഴേക്ക് ഏകദേശം 70% ബുക്കിംഗും ഓൺലൈൻ വഴി ആകും എന്നാണ് കണക്ക്. അപ്പോൾ ഈ ഡിജിറ്റൽ പരിജ്ഞാനം അത്യാവശ്യമാണ്. ശരിയാണ്. അവസാനത്തെ 4 ആഴ്ച, അതായത് 9 മുതൽ 12 വരെ, അത് ബിസിനസ് തുടങ്ങാനും വളർത്താനുമുള്ള സ്ട്രാറ്റജികളാണ്. സ്വന്തം ബ്രാൻഡ് എങ്ങനെ ഉണ്ടാക്കാം, മാർക്കറ്റിംഗ്, ഫൈനാൻസ് മാനേജ്മെന്റ്, കസ്റ്റമേഴ്സിനെ എങ്ങനെ കണ്ടെത്താം, ഇതൊക്കെ. ഒരു ഫൈനൽ പ്രോജക്റ്റുമുണ്ടെന്ന് തോന്നുന്നു. അതെ. ഏറ്റവും അവസാനം ഓരോരുത്തരും സ്വന്തമായി ഉണ്ടാക്കിയൊരു ടൂർ പ്ലാൻ സ്കൈനോവയുടെ പാർട്ണർമാർക്ക് മുന്നിൽ പ്രസന്റ് ചെയ്യണം. അതിൽ നിന്ന് നല്ല ഫീഡ്ബാക്ക് കിട്ടും. ചിലപ്പോൾ നല്ല ബിസിനസ് ഡീലുകൾ അവിടെ വെച്ച് തന്നെ ഉറപ്പിക്കാനും സാധ്യതയുണ്ട്. ഈ ട്രെയിനിങ്ങിന് മറ്റുള്ളവരിൽ നിന്നും എന്ത് വ്യത്യാസമാണ് അവർ പറയുന്നത്? ISO സർട്ടിഫൈഡ് എക്സ്പേർട്സ് നയിക്കുന്നു എന്നത് പറഞ്ഞു. വേറെന്തെങ്കിലും? ഒന്ന്, പേഴ്സണലൈസ്ഡ് ഗൈഡൻസ് കിട്ടും. ഓരോരുത്തർക്കും വേണ്ട വ്യക്തിഗത ശ്രദ്ധ. പിന്നെ സ്കൈനോവയുടെ കയ്യിലുള്ള റെഡിമെയ്ഡ് ടെംപ്ലേറ്റുകൾ, അവരുടെ വലിയ സപ്ലയർ ഡാറ്റാബേസ്, അതൊക്കെ ഉപയോഗിക്കാൻ കിട്ടും. അത് വലിയ സഹായമാകും. പിന്നെ ട്രെയിനിങ് കഴിഞ്ഞവരൊരു അലുമിനൈ നെറ്റ്വർക്ക് ഉണ്ടാകും, ഒരു കൂട്ടായ്മ. അത് പരസ്പരം സഹായിക്കാൻ നല്ലതാണ്. ഇതിൽ പങ്കെടുത്ത ഒരാൾ പറഞ്ഞൊരു കോട്ട് ഈ ഡോക്യുമെന്റിലുണ്ട്. എന്താണത്? സ്കൈനോവ എന്നെ യാത്ര ചെയ്യാൻ മാത്രമല്ല പഠിപ്പിച്ചത്, അത് സ്വന്തമാക്കാൻ പഠിപ്പിച്ചു. ഇതൊരുപക്ഷെ ഈ പരിശീലനത്തിന്റെ ആ ഒരു സ്പിരിറ്റ് കാണിക്കുന്നുണ്ട്. സ്വന്തമായി ഒരു സംരംഭം തുടങ്ങാനുള്ളൊരു കോൺഫിഡൻസ് കൊടുക്കുന്നു എന്ന്. കൊള്ളാം. അപ്പൊ ഇങ്ങനൊരു പ്രോഗ്രാമിൽ ചേർന്നാൽ ഒരാൾക്ക് കിട്ടുന്ന ശരിക്കുള്ള നേട്ടങ്ങൾ എന്തൊക്കെയാണ്? നിങ്ങൾ ഒരുപക്ഷെ ഇത് കേൾക്കുന്ന ഈ ഫീൽഡിൽ താൽപ്പര്യമുള്ള ഒരാള് എന്തിനാണ് ഇതിനെപ്പറ്റി കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്? തീർച്ചയായും ഈ രേഖകളിൽ വലിയ സാധ്യതകളാണ് കാണിക്കുന്നത്. ഒന്നാമതായിട്ട്, ഇത് വളർന്നു വരുന്നൊരു മേഖലയാണ്. വർഷം ഒരു 12-15% വെച്ച് വളർച്ചയുണ്ട്. അങ്ങനെയൊരു മാർക്കറ്റിലേക്ക് ഇറങ്ങാനുള്ള അവസരം. ശരി. രണ്ടാമത്, കൂടുതൽ ലാഭം കിട്ടാൻ സാധ്യതയുള്ള ഔട്ട്ബൗണ്ട് ലെഷർ യാത്രകൾ, അതായത് വെക്കേഷന് പോകുന്നവർ. മൊത്തം യാത്രകളുടെ ഏകദേശം 41% അതാണ്. അതിൽ ഫോക്കസ് ചെയ്യാൻ പറ്റും. നല്ലൊരു ശതമാനമാണല്ലോ. അതെ. 2025 കണക്കനുസരിച്ച് ഒരാള് ഒരു വിദേശ യാത്രയ്ക്ക് ശരാശരി $2,850 മുടക്കുന്നുണ്ട്. ഏകദേശം 2 ലക്ഷത്തിലധികം രൂപ. അപ്പോൾ അതില് നല്ലൊരു മാർജിൻ കണ്ടെത്താൻ സാധ്യതയുണ്ട്. ഓക്കെ. പിന്നെ സ്കൈനോവയുടെ ആ B2B കണക്ഷനുകൾ ഉള്ളതുകൊണ്ട് പുതിയൊരാൾക്ക് ബിസിനസ് തുടങ്ങുമ്പോൾ പെട്ടെന്ന് ക്ലയൻസിനെ കിട്ടാനും ഒരു 6 മാസം തൊട്ട് ഒരു കൊല്ലത്തിനുള്ളിൽ ബ്രേക്ക് ഈവൻ ആകാനും ലാഭത്തിലെത്താനും പറ്റിയേക്കുമെന്നും ഇതിന് സൂചനയുണ്ട്. അത് പുതിയ സംരംഭകർക്ക് വലിയൊരു കാര്യമാണ്. റിസ്ക് കുറയും. അതെ, തുടക്കത്തിൽ അതൊരു വലിയ ധൈര്യമാണ്. അതോടൊപ്പം തന്നെ സ്വന്തം ഐഡിയ വെച്ചൊരു ബ്രാൻഡ് ഉണ്ടാക്കാമല്ലോ അല്ലേ? ചിലർക്ക് എൻവയോൺമെന്റൽ ഫ്രണ്ട്ലി ടൂറുകൾ ചെയ്യാനാകും താൽപ്പര്യം. ശരിയാണ്. മറ്റു ചിലർക്ക് ഫാമിലി പാക്കേജുകൾ അല്ലെങ്കിൽ സാഹസിക യാത്രകൾ. അങ്ങനെ സ്വന്തം ഇഷ്ടത്തിനൊരു നിഷ് മാർക്കറ്റ് കണ്ടെത്താം. ആ ഒരു ക്രിയേറ്റീവ് ഫ്രീഡം ഉണ്ട്. സ്കൈനോവയുടെ ആ നെറ്റ്വർക്ക് കിട്ടുന്നത് വളർച്ചയെ ശരിക്കും വേഗത്തിലാക്കും. പ്രത്യേകിച്ചും ഇക്കാലത്ത് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളൊക്കെ എത്രയും പ്രധാനമായിരിക്കുമ്പോൾ. കേരളത്തിലുള്ളവർക്ക് ഇത് പ്രത്യേകിച്ച് ഗുണം ചെയ്യുമോ? സാധ്യതയുണ്ട്.
കാരണം കേരളത്തിൽ നിന്ന് മാത്രം വർഷം ഏകദേശം 40-50 ലക്ഷം ആളുകൾ വിദേശയാത്ര പോകുന്നുണ്ട് എന്നാണ് കണക്ക്. അതൊരു വലിയ മാർക്കറ്റാണ്. അതിലേക്ക് ഫോക്കസ് ചെയ്യാൻ ഇത് സഹായിച്ചേക്കാം. ശരിയാണ്. നിങ്ങൾ പങ്കുവച്ച ആ റിപ്പോർട്ടിൽ ഒരു കണക്ക് കണ്ടത് രസകരമാണ്. 2030 ആവുമ്പോഴേക്കും ഈ മിഷൻ 2030 വഴി വരുന്ന ഓരോ സ്ഥാപനവും വർഷം ഏകദേശം 1 മുതൽ 5 ദശലക്ഷം ഡോളർ വരെ വരുമാനം നേടുമെന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്. ഒരു സ്ഥാപനം അത്രയോ? അതെ. ആദ്യത്തെ വർഷം തന്നെ ഒരു 500-ൽ കൂടുതൽ കസ്റ്റമേഴ്സിന് കിട്ടാൻ സാധ്യതയുണ്ടെന്നും പറയുന്നു. ലോകം മൊത്തമുള്ള ആ $439 ബില്യൺ മാർക്കറ്റിലെ അതിൻ്റെ ഒരു ചെറിയ ശതമാനം, ഒരു 0.1 തൊട്ട് 0.5% വരെ നേടാൻ കഴിഞ്ഞാൽ പോലും അത് വലിയ നേട്ടമാണ്. ശരിയാണ്. ഇന്ത്യയിലെ വളർന്നുവരുന്ന മിഡിൽ ക്ലാസ് ഏകദേശം 3 കോടിയിലധികം ആളുകൾ അവരെ സ്ഥിരം യാത്രക്കാരാക്കുക എന്നതും ഒരു ലക്ഷ്യമായി കാണുന്നുണ്ട്. ഇതൊക്കെ വലിയ കണക്കുകളും പ്രതീക്ഷകളും ആണ്. പദ്ധതി ഇപ്പൊ തുടങ്ങുന്നതല്ലേ ഉള്ളൂ. സെപ്റ്റംബർ 2025-ലെ വിവരമല്ലേ ഇത്? അപ്പോ ഇതിനകം എന്തെങ്കിലും വിജയകഥകളോ മറ്റോ ഉണ്ടോ? ആരെങ്കിലും തുടങ്ങി വിജയിച്ചോ? ഉണ്ട്. പൈലറ്റ് ബാച്ചിൽ പങ്കെടുത്ത ചിലരുടെ ഉദാഹരണങ്ങൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. കൊച്ചിയിലുള്ള രാജേഷ് കെ എന്നൊരാൾ വണ്ടർ റൂട്ട്സ് ട്രാവൽസ് എന്ന പേരിൽ തുടങ്ങി. ഓക്കെ. അദ്ദേഹം ഗൾഫിലേക്കുള്ള VFR പാക്കേജുകൾ, അതായത് ബന്ധുക്കളെ സന്ദർശിക്കാനുള്ള പാക്കേജുകൾ, അതിൽ ഫോക്കസ് ചെയ്തു. സ്കൈനോവ വഴി നല്ല B2B ഡീലുകൾ കിട്ടി പെട്ടെന്ന് തന്നെ 200 ബുക്കിംഗ് നേടിയെന്നും ഇപ്പോൾ ഒരു 5 പേരുള്ള ടീമായി അത് വളർന്നു എന്നുമൊക്കെ പറയുന്നു. കൊള്ളം. അതുപോലെ കോഴിക്കോടുള്ള പ്രിയ എസ് ഗ്ലോബൽനെസ് ജേർണീസ് എന്ന പേരിൽ തുടങ്ങി. അവരുടെ ഫോക്കസ് കാനഡയിലേക്കുള്ള സ്റ്റുഡന്റ് മൈഗ്രേഷനുമായി ബന്ധപ്പെട്ട യാത്രകളിലാണ്. ഓഹ്, വളരെ സ്പെസിഫിക് ആണല്ലോ. അതെ. സ്കൈനോവയുടെ സപ്പോർട്ടോടുകൂടി വർഷം ഒരു 30% വളർച്ചയാണ് അവർ പ്രതീക്ഷിക്കുന്നതെന്നും പറയുന്നുണ്ട്. അപ്പോൾ ആ മോഡൽ വർക്ക് ആവുന്നുണ്ട്. അതെ. ഈ ഉദാഹരണങ്ങൾ കാണിക്കുന്നത് അവർ ഉദ്ദേശിക്കുന്ന ആ ഒരു രീതി, അതായത് സ്വന്തം നിലയ്ക്ക് എന്നാൽ സ്കൈനോവയുടെ പിൻബലത്തോടെ ഒരു പ്രത്യേക ഏരിയയിൽ സ്പെഷ്യലൈസ് ചെയ്ത് പ്രവർത്തിക്കുക, അത് നടക്കുന്നുണ്ട്, നടക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്നാണ്. ശരി. ഇനി മുന്നോട്ടുള്ള കാര്യങ്ങൾ ഭാവിയിലോട്ട് എങ്ങനെയാണ് അവർ കാണുന്നത്? ഈ ലക്ഷ്യങ്ങളൊക്കെ നേടാൻ പറ്റുമെന്നാണോ അവരുടെ വിശ്വാസം? പ്രവചനങ്ങൾ നോക്കിയാൽ വളരെ ശുഭാപ്തി വിശ്വാസമുണ്ട്. 2026-ൽ 250 സ്ഥാപനങ്ങൾ, 2028-ൽ 700 സ്ഥാപനങ്ങൾ. അപ്പോഴേക്കും ഇവയുടെ എല്ലാം കൂടെയുള്ള മൊത്തം വരുമാനം $500 ദശലക്ഷം കടക്കുമെന്നാണ് പറയുന്നത്. വലിയ സംഖ്യയാണത്. അതെ. പിന്നെ 2030-ൽ ആ 1000 എന്ന ലക്ഷ്യം നേടുമെന്നും ഇത് ഏകദേശം $10 ബില്യൺ മൂല്യമുള്ള ഒരു പുതിയ ട്രാവൽ എക്കോസിസ്റ്റം, ഒരു ഉപമേഖല തന്നെ ഉണ്ടാക്കുമെന്നും അവർ വിശ്വസിക്കുന്നു. അതിന് സഹായിക്കുന്ന മറ്റു ഘടകങ്ങൾ എന്തെങ്കിലും? UN-ന്റെ സുസ്ഥിര വികസന ലക്ഷ്യങ്ങളുമായി ചേർന്നു പോകുന്ന ടൂറിസം ട്രെൻഡുകൾ, പിന്നെ ഇന്ത്യയിലേക്ക് വരുന്ന ടൂറിസ്റ്റുകളുടെ എണ്ണം കൂടുന്നത്, ഇതൊക്കെ ഇതിനെ അനുകൂലമാകുമെന്നും അവർ കരുതുന്നു. ഭാവിയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒക്കെ ഉപയോഗിച്ച് ഈ ട്രെയിനിംഗ് പ്രോഗ്രാം ഇനിയും മെച്ചപ്പെടുത്താനും പ്ലാനുണ്ട്. ഓക്കെ. അപ്പോ ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യയുടെ ഈ വളർന്നു വരുന്ന ഔട്ട്ബൗണ്ട് ടൂറിസം മാർക്കറ്റ്, അതിനെ ലക്ഷ്യം വെച്ച് 1000 പുതിയ സംരംഭകരെ കണ്ടെത്തുന്നു, അവരെ നന്നായി പരിശീലിപ്പിക്കുന്നു, എന്നിട്ട് അവരവരുടെ സ്വന്തം ബ്രാൻഡില്, സ്വന്തം ഐഡിയയിൽ സ്വതന്ത്രമായി ട്രാവൽ ഏജൻസികൾ തുടങ്ങാൻ സഹായിക്കുന്നു. ഇതാണ് സ്കൈനോവയുടെ മിഷൻ 2030. ഈ ട്രാവൽ ഫീൽഡിൽ എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്ന നിങ്ങൾക്ക് ഇതൊരു നല്ല അവസരമായിട്ടാണ് ഈ രേഖകൾ മുന്നോട്ട് വയ്ക്കുന്നത്. അതെ. ഇതിലെ പ്രധാന ആകർഷണം അതാണ്. ഒന്ന്, വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു വലിയ മാർക്കറ്റിലേക്കാണ് നിങ്ങൾ വരുന്നത്. 2025-ൽ തന്നെ ഇന്ത്യയുടെ ട്രാവൽ ആൻഡ് ടൂറിസം മാർക്കറ്റ് $26 ബില്യൺ കടക്കുമെന്നാണ് കണക്ക്. ശരിയാണ്. 2, നിങ്ങൾക്ക് സ്കൈനോവയുടെ ഒരു എസ്റ്റാബ്ലിഷ്ഡ് നെറ്റ്വർക്കിന്റെയും അവരുടെ ISO സ്റ്റാൻഡേർഡിലുള്ള ട്രെയിനിങ്ങിന്റെയും സപ്പോർട്ട് കിട്ടും. പക്ഷേ അതേസമയം സ്വന്തം ബോസ് ആകാം. അതെ, നിങ്ങളുടെ സ്വന്തം ബ്രാൻഡ്, സ്വന്തം ഐഡിയ, അത് നിലനിർത്താം. ഇതൊരു സാധാരണ ഫ്രാഞ്ചൈസി മോഡലല്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം. ശരിയാണ്. ഈ രേഖകൾ വായിക്കുമ്പോൾ അത് വ്യക്തമാണ്. ഇത് ഈ സംരംഭത്തെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണെന്ന്. സാധ്യതകൾ, അവരുടെ ചിട്ടയായ പ്ലാൻ, സംരംഭകർക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ്, ഇതൊക്കെ നന്നായി എടുത്തു പറയുന്നുണ്ട്. പ്രത്യേകിച്ച് ആ രണ്ടാമത്തെ ഡോക്യുമെന്റ്, അതൊരു മാർക്കറ്റിംഗ് ഡോക്യുമെന്റ് പോലെ തന്നെയാണ്. തീർച്ചയായും. അപ്പോൾ ഈ വിവരങ്ങളൊക്കെ കേട്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ആലോചിക്കാൻ ഒരു കാര്യം ഇതാണ്: 1000 പുതിയ സ്വതന്ത്രമായ ട്രാവൽ ഏജൻസികൾ. പക്ഷെ അവർക്കെല്ലാം പിന്നിൽ സ്കൈനോവ പോലെ ഒരു വലിയ പരിചയസമ്പന്നരായ ഒരു കമ്പനിയുടെ ശക്തമായ പിന്തുണയുണ്ട്. ഇങ്ങനെയുള്ള 1000 സ്ഥാപനങ്ങൾ ഒരുമിച്ച് വിപണിയിലേക്ക് വരുമ്പോൾ അത് ഇന്ത്യയിലെ ഔട്ട്ബൗണ്ട് ട്രാവൽ രംഗത്ത്
എങ്ങനെയുള്ള മാറ്റങ്ങൾ കൊണ്ടുവരും? ഇത് വെറുതെ സ്ഥാപനങ്ങളുടെ എണ്ണം കൂട്ടുക എന്നതിനപ്പുറം നിലവിലുള്ള കോമ്പറ്റീഷൻ, പുതിയ ഇന്നൊവേഷൻസ്, സർവീസിന്റെ ക്വാളിറ്റി, ഇതിനെയൊക്കെ ഇതെങ്ങനെയായിരിക്കും ബാധിക്കുക? എന്ത് പുതിയ ട്രെൻഡുകൾക്ക് ഇത് വഴിവെച്ചേക്കാം? അതൊന്ന് ആലോചിച്ചു നോക്കാവുന്നതാണ്.